സുഹൃത്തുക്കളെ നമസ്കാരം. ചിലർ ജീവിതത്തിൽ അഭിനയിക്കുന്നവരുണ്ട്. അഭിനേതാക്കളാണ്. അവരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ മറന്ന അഭിനേതാക്കൾ സംവിധായകൻ പറയുന്ന പോലെയും മറ്റ് ഡയലോഗുകൾ കൊടുക്കുന്ന പോലെ അവർ അഭിനയിക്കും. അപ്പം അവിടെ പോലീസ് ഓഫീസറൊക്കെ നല്ല അടിപൊളിയായിട്ട് യഥാർത്ഥ പോലീസ് ഓഫീസറെയൊക്കെ കാട്ടിൽ സൂപ്പറായിട്ട് അവരൊക്കെ വരും. പക്ഷെങ്കിൽ പോലീസ് ഓഫീസറായിട്ടിരുന്ന വ്യക്തികൾ അത് കഴിഞ്ഞിട്ട് അവർ റിട്ടയറൊക്കെ ആയിട്ട് രംഗത്തിറങ്ങുമ്പോഴത്തേന് അവരുടെ ചില അഭിനയങ്ങൾ ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി, ഒന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് മേയർ കോർപ്പറേറ്റിൽ മത്സരിക്കുന്ന ശ്രീലേഖ IPS. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരു അഭിനേതാവായിരുന്നു. എന്തെങ്കിലും ആയിട്ട് പുള്ളി ഇതൊക്കെ ആയിട്ട് MP ആയി. ശ്രീലേഖ ഇപ്പം മത്സരിക്കുകയാണ്. പുള്ളിക്കാരത്തി ഈ മത്സരിക്കാൻ പോയിട്ട് പുള്ളി തടി തപ്പാനായിട്ട് കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ആചാരലംഘനം നടത്തിയെന്നും പറഞ്ഞിട്ട് ആചാരലംഘനമാണ് നമ്മുടെ അയ്യപ്പൻ്റെ ശബരിമല വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ആചാരങ്ങൾ ഒരിക്കലും അവിടുത്തെ എന്നല്ല ഒരിടത്തെ ആചാരങ്ങളെ ലംഘിക്കാൻ പാടില്ല. ആ ലംഘിക്കാൻ പോയത് കാരണമാണ് ഈ ഇടതുപക്ഷത്തിന് ഇത്രയും തിരിച്ചടിയുണ്ട്. അത് ലംഘിക്കാനായിട്ട് ശ്രമിച്ച ഏറ്റവും പ്രമുഖനായ വ്യക്തി വാസുവാണ്. ആ വാസു ശ്രമിച്ച് ഇവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കുറച്ച് കുതിരപ്പെണ്ണുങ്ങളെ അവിടെ കയറ്റണം എന്നുള്ള തീരുമാനത്തിലാണ് അവിടെ എത്തിയത്. അതിനകത്ത് പത്മകുമാർ അന്ന് പ്രസിഡൻ്റായിരുന്നു. പുള്ളിക്കാരന് ചെറിയ എതിരൊക്കെ പറഞ്ഞു. അത് പോട്ടെ, അത് അവരുടെ കാര്യം. അപ്പോൾ ഈ ശ്രീലേഖ ഈ ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് അവരുടെ ആൺപിള്ളേരുടെ ഒരു കുത്തിയോട്ടത്തെ സംബന്ധിച്ച് ഒരഭിപ്രായം പറഞ്ഞു. അവർ പറഞ്ഞു അതൊരു ആൺകുട്ടികളുടെ ജയിലാണെന്ന് മറ്റോ പറഞ്ഞത്. കാര്യം അവരുടെ ആചാരമാണെന്നുള്ളത്. അന്ന് പുള്ളിക്കാരത്തി പോലീസ് ഇപ്പം അവരത് ചോദിക്കുമ്പോൾ അവർ ബബ്ബ അടിക്കുക. പണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ കുത്തിപ്പൊക്കിട്ടുണ്ട്. പണ്ട് പറഞ്ഞത് തന്നെ അല്ലയോ. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയും വിവരവും ഒക്കെയുള്ള ഒരു പാർട്ടി പണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവർ മത്സരിച്ച് ജയിക്കാനായിട്ട് എന്തും പറയും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഈ രാഷ്ട്രീയക്കാർ സമയോചിതമായിട്ട് വാക്ക് മാറ്റുന്നവരാണ്. അത് സാധാരണ രാഷ്ട്രീയക്കാർ പോട്ടെ, ശ്രീലേഖയെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു മാറ്റുന്നത് വളരെ നമുക്ക് വേദനാജനകമാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇതൊക്കെ താങ്ങാനൊക്കത്തില്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയരുതായിരുന്നു. ഓക്കെ, ബൈ, ജയ് ഹിന്ദ്.